രക്തസാക്ഷി അമരകോശത്തിൽ നിന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേര് നീക്കിയതിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. അതിലേക്ക് സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭരണകൂടം ചരിത്രത്തിൻ്റെ ഉള്ളടക്കത്തെ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നും അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നും ആണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അതിനു മുമ്പായി എന്താണ് ചരിത്രത്തിൻ്റെ പ്രാധാന്യമെന്നും ചരിത്രം എങ്ങനെയാണ് വർത്തമാനകാലത്തിൽ ഇടപെടുന്നത് എന്നും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി ഈസ് ദ റിട്ടൺ റെക്കോർഡ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് എന്നാണ് നാം സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ചരിത്രം ഗതകാല സംഭവങ്ങളുടെ എഴുതപ്പെട്ട രേഖയാണ് എന്ന് നാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. എന്നാൽ കുറേ കൂടി മുതിർന്നവരായി മാറുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത് ചരിത്രം നിർജീവമായ ഒരു രേഖ മാത്രമല്ല എന്നും ചരിത്രം കഴിഞ്ഞുപോയ കാലം മാത്രമല്ല എന്നുമാണ്. അത് വർത്തമാനകാലത്ത് സമൂഹത്തിൻ്റെ ചിന്താരീതികളെ നിർണായകമായി സ്വാധീനിക്കുന്ന ആശയ ലോകമാണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. സമൂഹത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന് അപ്പോഴാണ് അറിയുന്നത്. ഒരു വ്യക്തിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ അവൻ്റെ ചരിത്രബോധത്തിന് വലിയ പങ്കുണ്ട്. അത്തരം അഭിപ്രായങ്ങളാണ് രാജ്യത്തിൻ്റെ വർത്തമാനവും ഭാവിയും നിർണ്ണയിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം ഇവിടെ പറയാം. ഇതുവരെ ലഭ്യമായ തെളിവുകൾ പ്രകാരം ഇന്ത്യയിലെ ആദ്യ ജനവിഭാഗം ദ്രാവിഡരാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവകാശികളാണവർ. മോഹൻജദാരോയിലും ഹാരപ്പയിലും കണ്ടെത്തിയ ചരിത്ര അവശിഷ്ടങ്ങൾ വെളിപ്പെടുത്തുന്നത് പരിഷ്കൃതമായ ഒരു നാഗരിക ജീവിതം അവർ കെട്ടിപ്പടുത്തു എന്നാണ്. പിന്നീടാണ് ആര്യൻ അധിനിവേശം ഉണ്ടാകുന്നത്. അതോടെ ദ്രാവിഡ ജനത ആക്രമിക്കപ്പെടുകയും ജന്മദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു കൂട്ടം ആളുകൾ, ആര്യന്മാർ, ഇവിടെ വന്നു ചേർന്ന അക്രമകാരികളായ അധിനിവേശക്കാരല്ലെന്നും മണ്ണിൻ്റെ മക്കളാണെന്നും സ്ഥാപിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? അത്തരത്തിൽ സ്ഥാപിച്ചാൽ മാത്രമേ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഇതര മതസ്ഥരുമൊക്കെ പുറമെ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ തങ്ങൾ അങ്ങനെയല്ലെന്നും ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണെന്നും ഉള്ള പ്രചാരവേല ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടെങ്കിലേ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയും വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവും ശക്തമാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ചരിത്രം എങ്ങനെയാണ് വെറും പുസ്തകത്താളുകളിൽ നിന്ന് ഇറങ്ങി വന്ന് വർത്തമാന സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ നിലവിലുള്ള ചരിത്ര വസ്തുതയെ അട്ടിമറിച്ചാണ് രാഷ്ട്രീയ താൽപ്പര്യത്തിന് ആവശ്യമായ കളമൊരുക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ് അടുത്ത കാലത്ത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിവാദത്തിൽ നാം കണ്ടത്. ചരിത്രത്തെയും വിശ്വാസത്തെയും കൂട്ടിക്കുഴച്ച് വ്യാജ തെളിവുകൾ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? അങ്ങനെ നേടിയെടുത്ത കോടതി വിധിയുടെ മറവിൽ സർക്കാർ ചെലവിലാണ് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അസ്ഥിവാരം ഇളക്കിയ നടപടിയാണിത് എന്ന് എല്ലാവരും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് തമസ്കരണത്തിൻ്റേത്. ചരിത്ര വസ്തുതയെ മറച്ചു വെക്കുക,
ഭരണകൂടത്തിന് അപ്രിയമായ കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് വരാതെ തടയുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചില വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പങ്ക് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നുവെങ്കിൽ അത് പാഠപുസ്തകങ്ങളിലും ചർച്ചകളിലും ഒഴിവാക്കപ്പെടുന്ന രീതി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് അത്തരമൊരു സംഭവത്തിന് നമ്മുടെ രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാന്മാരായ പോരാളികളായ ആളുകളെ ചരിത്രത്തിൽ നിന്ന് മാറ്റി എഴുതാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു ബൃഹത് സമാഹാരം ഈ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. കേന്ദ്ര സാംസ്കാരിക വകുപ്പും ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചും ചേർന്നുകൊണ്ടാണത് തയ്യാറാക്കിയത്. ദ ഡിക്ഷണറി ഓഫ് മാർട്ടിയേഴ്സ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളുടെ നിഘണ്ടു ആണിത്. 1919 മാർച്ചിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ 5ാം വോള്യം പുറത്തിറക്കിയത്. പുസ്തകം ഡിജിറ്റൽ രൂപത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇത് ചില ഹിന്ദു സംഘടനകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കി. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടം നടത്തിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ളവർ ഈ പുസ്തകത്തിൽ ചരിത്ര പുരുഷന്മാരായി അവതരിപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല, പുന്നപ്ര വയലാർ, കരിവള്ളൂർ, കാവുമ്പായി സമരങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകിയ മഹത്തായ സാമ്രാജ്യവിരുദ്ധ കൊളോണിയൽ വിരുദ്ധ സമരങ്ങളും ഈ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരമൊരു പാരമ്പര്യം സംഘപരിവാറിന് അവകാശപ്പെടാൻ കഴിയില്ല. നിഘണ്ടുവിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പോരാളിയുടെ പേര് സംഘപരിവാറിന് അവകാശപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് ആ രക്തസാക്ഷികളുടെ നിഘണ്ടു ഇപ്പോൾ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചരിത്ര വസ്തുതയെയും ചരിത്ര പുരുഷന്മാരെയും തിരസ്കരിച്ചുകൊണ്ട് ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള അപഹാസ്യമായ ശ്രമമാണ് BJP സർക്കാർ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലബാർ കലാപം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണ് 1921 മലബാർ കലാപം. എന്നാൽ അതിനെ ആ തരത്തിൽ അംഗീകരിക്കാൻ സംഘപരിവാറിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അതിൽ പങ്കെടുത്തവരുടെ പേരുകൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കണക്കാക്കാൻ സംഘപരിവാറിന് സാധിക്കാത്തത്. ആരാണ് ചരിത്രത്തെ ഭയപ്പെടുന്നത് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. 2 കൂട്ടരാണ് ചരിത്രത്തെ ഭയപ്പെടുന്നത്. ഒന്ന്, എടുത്തു കാണിക്കാൻ വിശേഷിച്ച് ഒരു ചരിത്രവും ഇല്ലാത്തവർ. സമൂഹം ഒന്നിച്ച് ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിജീവനത്തിനായി പ്രവർത്തിക്കുമ്പോൾ ഇടപെടാതെ മാറി നിന്നവർ. പിൽക്കാലത്ത് ആ പിന്മാറ്റം അവർക്ക് അപമാനമായി തോന്നാം. രണ്ടാമത്തൊരു കൂട്ടർ അത്തരം സന്ദർഭങ്ങളിൽ പിന്നിൽ നിന്ന് കുത്തിയവരാണ്, അല്ലെങ്കിൽ വഞ്ചന കാട്ടിയവരാണ്. രണ്ടും ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. ഭീരുക്കളും വഞ്ചകരുമാണവർ. ഇവരാണ് ചരിത്രത്തെ ഭയപ്പെടുന്നത്. ഇന്ത്യയൊട്ടാകെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായി അതിരൂക്ഷമായ സമരത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് നമ്മുടെ നാട് പല ചോദ്യങ്ങളും ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ദാസന്മാരായിരിക്കണം എന്ന് പ്രചരിച്ചപ്പോൾ ആളുകൾ ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ നിലപാട് സ്വീകരിച്ചവർക്ക് ചരിത്രത്തെ ഭയമുണ്ടാകും. പേരിന് മുന്നിൽ സ്വന്തമായി വീർ എന്നെഴുതി വെച്ചാൽ ആരും വീരൻ ആവുന്നില്ല.
ഭീരുത്വത്തിൻ്റെ ഭൂതകാലം അവർ കഥാവിശേഷരായാലും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു മാപ്പപേക്ഷയിൽ ആ കൊളോണിയൽ ദാസ്യം അവസാനിക്കുന്നില്ല. 1939 ഒക്ടോബർ 9 RSS സ്ഥാപക നേതാവ് സവർക്കർ വൈസ്രോയിയായ ലിൻ ലിക്തോ പ്രഭുവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ ലിങ്തോ പ്രഭുവുമായി നടത്തിയ കൂടിക്കാഴ്ച അതിന് മിനിറ്റ്സുണ്ട്. ബ്രിട്ടീഷുകാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് എല്ലാത്തിനും ഒരു രേഖയുണ്ടായിരിക്കും. കൂടിക്കാഴ്ച നടന്നാൽ അതിനൊരു രേഖ അവരുണ്ടാക്കും. നമുക്ക് ആണെങ്കിൽ പലപ്പോഴും അത് അത്തരമൊരു രീതി നമുക്കില്ല. ബ്രിട്ടീഷുകാർക്കുള്ള ഒരു പ്രത്യേകതയാണത്. എല്ലാ കൂടിക്കാഴ്ചകൾക്കും അവരൊരു മിനിറ്റ്സ് ചെയ്തിരിക്കും, അത് സൂക്ഷിക്കുകയും ചെയ്യും. ഈ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ സവർക്കർ പറയുന്നൊരു വാചകം മിനിറ്റ്സിൽ എഴുതി വെച്ചതായിട്ട് കാണാം. കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ സർക്കാരിനെ അസ്വസ്ഥമാക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈസ്രോയ് ഹിന്ദു മഹാസഭ നേതാവിനെ രഹസ്യമായി വിളിച്ച് ചർച്ച നടത്തിയത്. സവർക്കർ പറഞ്ഞ കാര്യം ഇവിടെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അവർ ഇൻട്രസ്റ്റ് ആർ നൗ ദ സെയിം ആൻഡ് വി മസ്റ്റ് ദെയർഫോർ വർക്ക് ടുഗദർ എന്നാണ് വൈസ്രോയുടെ മുമ്പിൽ സവർക്കർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെയും സവർക്കറുടെയും താല്പര്യം ഒന്ന് ആണെന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്നാണ് സവർക്കർ വൈസ്രോയ്ക്ക് ഉറപ്പ് കൊടുത്തത്. എന്തിനു വേണ്ടി? സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർക്കെതിരായി യോജിച്ച് പ്രവർത്തിക്കാം എന്നാണ് വൈസ്രോയും സവർക്കറും തമ്മിൽ ആ യോഗത്തിലുണ്ടായ തീരുമാനമെന്ന് ഇതിൽ വ്യക്തമല്ലേ. ഈ ചരിത്രമാണ് സംഘപരിവാറിന് മറച്ചു വെക്കേണ്ടത്. നമ്മുടെ മുന്നിൽ മറ്റൊരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. ലാഹോർ ജയിലിൽ നിന്ന് 1931 ഭഗവത് സിംഗ് എഴുതിയതാണത്. അതും ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ മാസം ഭഗവത് സിംഗിനെ പറ്റി പറയുന്നതിൻ്റെ ഒരു പ്രത്യേക പ്രാധാന്യവുമുണ്ട്. സെപ്റ്റംബർ 28 ഭഗവത് സിംഗിൻ്റെ ജന്മദിനം. ഭഗവത് സിംഗ് പഞ്ചാബ് ഗവർണർക്ക് ആണൊരു പെറ്റീഷൻ അയക്കുന്നത്. അന്ന് ലാഹോർ ഗൂഢാലോചന കേസിൽപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഭഗവത് സിംഗ്. വയസ്സ് വെറും 23. മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുമ്പോഴും ഭഗവത് സിംഗ് എഴുതിയത് എന്തായിരുന്നു? അദ്ദേഹം എഴുതി, "There exists a war between the British nation and Indian nation. We actually participated in the war and therefore we are war prisoners" എന്നാണ് അദ്ദേഹം ആ പെറ്റീഷനിൽ എഴുതിയത്. ഭഗവത് സിംഗ് മോചനത്തിന് വേണ്ടി യാചിച്ചില്ല. മരണം മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴും തന്നെ വിട്ടയക്കണം എന്ന് ഭഗവത് സിംഗ് വാദിച്ചില്ല. എൻ്റെയും നിങ്ങളുടെയും താല്പര്യങ്ങൾ ഒന്നാണ് എന്ന് ബ്രിട്ടീഷുകാരോട് ഏത്തവിട്ട് പറഞ്ഞില്ല. നമ്മൾ പരസ്പരം യുദ്ധത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനെയാണ് നാം ധീരത എന്ന് വിളിക്കുന്നത്. തൻ്റെ കത്തിൽ ഭഗവത് സിംഗ് എഴുതിയത് ഇന്ത്യൻ നേഷൻ എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയും ഏതാനും നാട്ടുരാജ്യങ്ങളും മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഭഗവത് സിംഗ് ഇന്ത്യൻ നേഷൻ എന്ന വാക്കുപയോഗിച്ചത്. അതാണ് ദേശീയ ബോധം എന്ന് വിളിക്കുന്നത്. RSSന് ഇല്ലാത്തതാണിത്. ഗവർണർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദ ഡേയ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഇമ്പീരിയലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർ നമ്പേർഡ്. The war either began with us nor is it going to end with our lives. It is the inevitable consequence of the historic events and
ദ എക്സിസ്റ്റിംഗ് എൻവയർമെൻറ്റ്സ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് ഭഗവത് സിംഗിൻ്റെ ഈ വാക്യങ്ങൾ. കൃത്യമായ ഇടതുപക്ഷ വീക്ഷണമാണ് ഭഗവത് സിംഗ് ഇതിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്. മുതലാളിത്ത സാമ്രാജ്യത്വ ചൂഷണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് ഭഗവത് സിംഗ് രേഖപ്പെടുത്തിയത്. ഈ യുദ്ധം ഞങ്ങളിൽ തുടങ്ങിയതോ ഞങ്ങളുടെ ജീവിതത്തോടെ അവസാനിക്കുന്നതോ അല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെയും ചരിത്ര സംഭവങ്ങളുടെയും അനിവാര്യമായ പ്രത്യാഘാതമാണ് എന്നാണ് ഭഗവത് സിംഗ് അതിൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഏതൊരാളെയും ആവേശം കൊള്ളിക്കുന്ന, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഉത്തേജിപ്പിച്ച വാക്യങ്ങളാണ് ഭഗവത് സിംഗിൻ്റെതായിട്ട് പുറത്തു വന്നത്. സവർക്കറും ഭഗവത് സിംഗും മുഖാമുഖം വരുന്ന സന്ദർഭത്തിൽ സംഘപരിവാരനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇതോടുകൂടി പ്രസക്തമല്ലേ? ഭഗവത് സിംഗിനോടൊപ്പം പ്രതിയായി ജയിൽവാസം അനുഭവിച്ച ചിലരെ കൂടി നാം ഈ അവസരത്തിൽ ഓർക്കണം. ഭഗവത് സിംഗും രാജഗുരുവും സുഖദേവുമായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. കേസിൽ പ്രതിയായി ജയിലിലായ മറ്റൊരാൾ സഖാവ് അജയ് ഘോഷായിരുന്നു. അദ്ദേഹം ആണ് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ഒരു വ്യാഴവട്ടക്കാലം പ്രവർത്തിച്ചത്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ജീവിതകാലം മുഴുവൻ നാടുകടത്തൽ ശിക്ഷ വിധിക്കപ്പെട്ട മറ്റൊരാളാണ് ശിവവർമ്മ. ശിവദ എന്ന് ബഹുമാനപൂർവ്വം വിളിക്കപ്പെട്ട ശിവവർമ്മ. ആ സഖാവ് ഉത്തർപ്രദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവാണ്. പാർട്ടിയുടെ പിളർപ്പിന് ശേഷം ശിവദ CPIMനോടൊപ്പമാണ് പ്രവർത്തിച്ചത്. 1997 സഖാവ് മരണപ്പെട്ടത്. സംഘപരിവാരനെ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചരിത്രത്തെ ഭയമില്ല. ചരിത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരട്ടെ, അവയോട് മുഖാമുഖം നിന്ന് മറുപടി പറയാൻ അഭിമാനമായ ത്യാഗത്തിൻ്റെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. പ്രതിലോമ ശക്തികൾ ചരിത്രത്തെ വളച്ചൊടിച്ച് പല ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. 1946 നടന്ന പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരമാണോ എന്ന് ഉറഞ്ഞ് തുള്ളിയവർ ഇന്ത്യയിലുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ചില്ലല്ലോ എന്ന് ചോദിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചവരുണ്ട്. അതിനെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അതാത് സന്ദർഭത്തിൽ നൽകിയിട്ടുണ്ട്. മാപ്പപേക്ഷകരുടെ ദുർഗന്ധം കമ്മ്യൂണിസ്റ്റുകാരുടെ മേലിൽ ഇല്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. മറച്ചു വെക്കേണ്ട ഒന്നും തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ തമസ്കരിക്കാൻ ഇപ്പോൾ രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റാൻ BJP സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏട്ടന് ഒരു ലോൺ എടുത്തൂടെ? സ്വർണം കയ്യിലുള്ളപ്പോ എന്തിനാ ലോണിന്റെ പിന്നാലെ നടന്ന് സമയം കളയുന്നത്? ബിസിനസ് നന്നാവുമ്പോ എന്റെ കല്യാണം കുറച്ചുകൂടെ കേമാക്കാലോ. അച്ഛന്റെ തീരുമാനങ്ങള് എപ്പോഴും ശരിയായിട്ടല്ലേ ഉള്ളൂ. സ്വർണം ICL വെച്ചാ മതി കേട്ടോ. ഉത്തരവ് മാഡം. ICL ഗോൾഡ് ലോൺ, നിങ്ങളുടെ അഭിവൃദ്ധി ഞങ്ങളുടെ സന്തോഷം. ധോണി ഭായ് എന്ത് ചെയ്യുന്നു? ട്രാഫിക് തിളക്കം കൂട്ടുന്നോ? പക്ഷേ അത് തിളങ്ങുന്നില്ല. പ്രഭോ, അങ്ങയുടെ ദൃഷ്ടിയിൽ തിളക്കം എന്നത് എന്താണ്? മകനെ, ഇത് കൂടുതൽ തിളക്കം വേണമെങ്കിൽ ഏതെങ്കിലും റെഗുലർ പോരാ, ഇൻഡിഗോ PU ഇനാമൽ തന്നെ അടിക്കണം. ഇൻഡിഗോ ട്രെൻഡ്സിൽ വലിയ ബാഗുകൾ എന്ന് വെച്ചാൽ എപ്പോഴും വലിയ സന്തോഷം തന്നെ. ട്രെൻഡ്സ് ഹാപ്പിയസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടൊപ്പം 3499 രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് നേടൂ 1000 രൂപയിൽ കൂടുതൽ വില വരുന്ന ആകർഷകമായ സമ്മാനങ്ങൾ തികച്ചും സൗജന്യമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടതുപക്ഷം എന്ത് പങ്കുവഹിച്ചു എന്ന് ചോദിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിൽ നിന്ന് ബ്രിട്ടൻ ഇന്ത്യയുടെ ഭരണമേറ്റെടുക്കുന്നത് 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ്. എന്നാൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടെ കോൺഗ്രസ് സജീവമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയിരുന്നു. 1920കളോടെയാണ്
മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നത്. ഗാന്ധി കടന്നു വരുന്ന വരെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ എന്നിവരിലായിരുന്നു കോൺഗ്രസ് ഏതാണ്ട് കേന്ദ്രീകരിച്ചിരുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഒരു മിതവാദിയും ബാലഗംഗാധര തിലകൻ ഒരു തീവ്രവാദിയുമായിട്ടാണ് അറിയപ്പെട്ടത്. 1919 അമൃതസർ കോൺഗ്രസ്സിലാണ് ലോകമാന്യ തിലകൻ അവസാനമായി പങ്കെടുത്തത്. ഏറെ വൈകാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി മാറുന്ന അവസ്ഥയാണ് രാജ്യത്തുണ്ടായത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ രക്തസാക്ഷി അമരകോശത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ കോടിയേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.